എങ്ങനെയാണ് ഫോർമുല 1 അഥവാ F1 പണം ഉണ്ടാക്കുന്നത്? ഓരോ വർഷവും F1 കോർപ്പറേഷൻ ഏൺ ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് $4 ബില്യൺ ആണ് അവർ മാത്രം. അതിൽ 1.2 ബില്യൺസോളം ഇവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് TV റൈറ്റ്സിലൂടെയും ബ്രോഡ്കാസ്റ്റിലൂടെയും ഒക്കെയാണ്. ആൻഡ് അനദർ 1 ബില്യൺ വരുന്നത് ഇവർക്ക് ട്രാക്കുകളും ഗവൺമെന്റും എന്ത് ചെയ്യും, F1 പേ ചെയ്യും ഓരോ കൺട്രീസിലായിട്ട് ഇങ്ങനെ റേസ് കണ്ടക്ട് ചെയ്യുന്നതിന്. ആൻഡ് അനദർ 800 മില്യൺ ഇവർ ബ്രാൻഡ് സ്പോൺസർഷിപ്പിൽ നിന്നൊക്കെയാണ് ഏൺ ചെയ്യുന്നത്. ഇതിൽ F1 കിട്ടുന്ന ആ $4 ബില്യൺ നിന്ന് ഏതാണ്ട് 38% അല്ലെങ്കിൽ ഒരു $1.2 ബില്യൺ F1 സ്പോർട്സിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ടോപ്പ് ടീമുകൾക്ക് അല്ലെങ്കിൽ F1 സ്പോർട്സിൽ ഏറ്റവും കാലമധികം പങ്കെടുത്തിട്ടുള്ള ടോപ്പ് ടീമുകൾക്കാണ് കിട്ടുക. അതിലേറ്റവും കൂടുതൽ മണി ഏൺ ചെയ്യുന്നത് റെഡ് ബുളും ഫെരാറിയൊക്കെ പോലത്തെ ടോപ്പ് ടീംസ് ആണ്. ബട്ട് ഇതുകൊണ്ടൊന്നും ഒരു F1 ടീം റൺ ചെയ്യാനുള്ള ഒരു ചിലവിലേക്ക് മതിയാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ F1 ടീംസ് കൂടുതലും ഈ സ്പോൺസർഷിപ്പ് ഡീൽസിനെ ഭയങ്കരമായിട്ട് റിലൈ ചെയ്യുന്നത്, കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ അവർ ക്ലോത്ത്സിലൂടെയും മെർച്ചൻഡൈസ് സെല്ലിങ്ങിലൂടെയും ഒക്കെ ഒത്തിരി മണി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈസ് മണി, ദ ഹയർ യു ഫിനിഷ് ഇൻ ദി ചാമ്പ്യൻഷിപ്പ് ദ മോർ മണി യു വിൽ ഗെറ്റ്. സോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട F1 ഡ്രൈവർ ആരാണ് അല്ലെങ്കിൽ F1 ടീം ആരാണ്? കമന്റ് ചെയ്യുക.